സ്ഫോടന സമയത്ത് മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുരയിൽ ഉണ്ടായിരുന്നത് 34 പേർ എന്നൊരു സ്ഥിരീകരണം വരുന്നു. പോലീസിന്റെ പ്രാഥമികമായ കണക്കാണിത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അപകടത്തെക്കുറിച്ച് അന്വേഷിക്കും. ബിപിൻ സി വിജയൻ അപകട സ്ഥലത്ത് നിന്ന് തത്സമയം ചേരുകയാണ്. ശരിക്കും ഏതാണ്ട് ഒരു കൃത്യം കണക്കായിട്ടാണോ ബിപിൻ നമ്മളിതിനെ കണക്കാക്കുന്നത്, ഈ 34 പേരെന്ന് പറയുന്നത്? അത് പോലീസിന്റെ ഒരു പ്രാഥമിക കണക്കാണ്. അതായത് അപകടം സംഭവിച്ചവരും മരിച്ചവരും ഇപ്പോൾ കാണാതായവരും ഒപ്പം തന്നെ വീട്ടിലേക്ക് മടങ്ങിയെത്തവരെയും കുറിച്ച് 34 പേർ എന്നുള്ളതാണ്. അതായത് മുണ്ടത്തിക്കോട് അപകടം നടക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത് 34 പേരാണ് എന്നുള്ള ഒരു കണക്കിലേക്ക് പോലീസ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി മറ്റേതെങ്കിലും രീതിയിൽ, അതായത് ഇങ്ങോട്ടേക്ക് മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വന്നതോ അല്ലെങ്കിൽ പുറത്തേക്ക് പോയിട്ടുള്ള ആളുകളോ ആയിട്ടുള്ള അത്തരത്തിൽ ആരെങ്കിലും വന്നാൽ മാത്രമായിരിക്കും ഈ സംഖ്യയിൽ ഒരു മാറ്റം ഉണ്ടാവുക എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ 34 പേരാണ് എന്നുള്ളതാണ്. പക്ഷേ അതിൽ ഇനിയും ആളുകളെ കണ്ടെത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ അവർ ഫോൺ കോൾ വിളിച്ച് അവരെവിടെയാണ് എന്നുള്ളത് കുറച്ചുകൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. മിസ്സിംഗ് കേസുകളുണ്ട്. പക്ഷേ ഈ DNA പരിശോധന കൂടി കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഇതിലൊക്കെ തന്നെ ഒരു വ്യക്തത വരികയുള്ളൂ. ഇപ്പോൾ 13 പേർ മരിച്ചു എങ്കിൽ പോലും ആ 13 പേരിൽ കുറച്ച് ശരീരഭാഗങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ ശരീരഭാഗങ്ങളുടെ കൂടി DNA പരിശോധന കഴിഞ്ഞാലായിരിക്കാം ആരൊക്കെയാണ് ഇപ്പോൾ ഈ മിസ്സിംഗ് കേസുകളുമായി അത് മാച്ച് ചെയ്ത് നോക്കേണ്ടത് കൂടിയുണ്ട്. പിന്നീട് കുറച്ചാളുകൾ വീട്ടിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. അതായത് ഇത് ഒരു ഭാഗത്തു നിന്ന് പൊട്ടിത്തുടങ്ങിയപ്പോൾ തന്നെ മറുഭാഗത്ത് നിന്ന് ഇറങ്ങി ഓടിയ ആളുകളുണ്ട്. അവർ വീട്ടിലേക്ക് മടങ്ങിയെത്തുകയും അങ്ങനെ കോൺടാക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവരെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി കണക്കാക്കിയാണ് ആ ഒരു 34 എന്നുള്ള ഒരു കണക്കിലേക്ക് എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ പോലീസ് ഇന്നലെ തന്നെ സ്വമേധയാ കേസെടുത്തിരുന്നു. ഈ സ്വമേധയാ കേസെടുത്ത സംഭവത്തിൽ അത് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അന്വേഷിക്കും. ഈ മുണ്ടത്തിക്കോട് അപകടം ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അന്വേഷിക്കും. കമ്മീഷണർക്കായിരിക്കും അതിന്റെ മേൽനോട്ട ചുമതല ഉണ്ടാവുക. 9 CIമാരുണ്ടാവും എന്നുള്ളതുമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഇക്കാര്യത്തിൽ ഇത് പോലീസ് ഈ കണക്ക് പുറത്തുവിടുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് ഇതിനോടകം തന്നെ സ്വമേധയാ കേസെടുത്ത് പോലീസ് കടക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് 2 ശരീരഭാഗങ്ങളാണ് ഈ പ്രദേശത്ത് നിന്ന് ലഭിച്ചിട്ടുള്ളത്. ആ 2 ശരീരഭാഗങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് തന്നെ ഈ മുണ്ടത്തിക്കോട് പാടശേഖരത്തിൽ മുഴുവനായും പരിശോധന നടത്താൻ 2 ദിവസത്തോളം പരിശോധന നടത്താൻ കൂടി പോലീസ് ഈ ഘട്ടത്തിൽ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരമാണ്. അപ്പോൾ ഇന്ന് ഈ വെടിക്കെട്ടുപുര ഉണ്ടായിരുന്ന പ്രദേശം മാത്രമായിരിക്കില്ല, മറ്റ് പാടത്തിന്റെ മറ്റു ഭാഗങ്ങളിലെല്ലാം 2 ദിവസത്തോളം തുടർച്ചയായി തിരയാൻ കൂടി പോലീസ് തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു. പല ഭാഗങ്ങളിൽ നിന്നും ശരീരഭാഗങ്ങൾ ഇപ്പോഴും ലഭിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു തീരുമാനം. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.